ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന എസ്പെഷ്യലി മലയാളി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമർഗന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ തഷ്കന്തിൽ നിന്ന് നേരെ സമർഗന്ദിലെത്തി. ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ്. ഫ്രണ്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സമർഗന്ദ് സിറ്റിയുടെ നടുവ് തന്നെയാണ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആക്സസ് ആണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡന്റ് ആയിട്ടുള്ള കശ്മീർ കൂടെ എൻ്റെ കൂടെ ഉണ്ട്. ടാഷ്കന്റ് വരിക, ടാഷ്കന്റിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വരും. നാട്ടിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ നിൽക്കല്ല എങ്കിൽ നമ്മൾ നാട്ടിൽ പോയി ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒബ്സർവർഷിപ്പിന്റെ പേര് ഇവിടെ നിന്ന് ഒരു ലെറ്റർ തരും. ലൈക്ക് നമ്മുടെ പേര് വെച്ചിട്ട് ഈ സ്റ്റുഡന്റിനെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. 100% അറ്റൻഡൻസിൽ പാസ് ആവണം. ഞാനങ്ങനെ ലൈബ്രറിയും ക്ലാസ് റൂമും ലാബൊക്കെ ഫുള്ള് കണ്ടു. ഇനി നമുക്ക് സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഴയ ബിൽഡിംഗ് കാണാൻ പോകണം. അതായത് പണ്ടത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഇല്ലേ, അത്. ഇതിപ്പം പ്രോപ്പർ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തഷ്കന്തിലൊക്കെ ആണെങ്കിലും ഉള്ളോട്ടാണ്. അപ്പോൾ ഏത് ഭാഗമാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വൃത്തിക്ക് വെച്ചേക്കാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു സീരീസിൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാണാനാണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 5ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ആ യൂണിവേഴ്സിറ്റി ഒന്ന് കണ്ടുനോക്കാം. എക്സ്പ്ലോറിംഗ് യൂണി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സമർഗന്ദിലെത്തിയത്. രാവിലെ തന്നെ യൂണിവേഴ്സിറ്റി കാണാൻ ഇറങ്ങി. ശരിക്കും താഷ്കന്തിൽ നിന്നും 4-5 മണിക്കൂർ പോകാണ്ട് സമർഗന്ദിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഗന്ദിലുള്ള സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന മലയാളി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിലുള്ള ക്ലാസ് റൂംസ്, അതേപോലെ തന്നെ കുട്ടികളുടെ ഒപ്പീനിയൻ, പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ലാബ് ഫെസിലിറ്റീസ്, ഇവരുടെ കഫറ്റീരിയ, ഹോസ്റ്റൽസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. ശരിക്കും സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1930-ലാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ക്യാമ്പസിലാണ്, അതായത് ഈ പുതിയ ബിൽഡിങ്ങിലാണ് കുട്ടികളുടെ ഭൂരിഭാഗം ക്ലാസ്സുകളും നടക്കാറുള്ളത്. അതായത് അനാട്ടമി, ബയോ കെമിസ്ട്രി പോലുള്ള എല്ലാ പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റുകളും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പഴയ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അതാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഡീൻ ഓഫീസ്. യൂണിവേഴ്സിറ്റി ശരിക്കും സിറ്റിയുടെ നടുവിലായതുകൊണ്ട് തന്നെ കുട്ടിയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആക്സസ് ആണ്. യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് വൃത്തിക്ക് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഞാനപ്പോൾ അധികം വൈകാതെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് കയറാണ്. യൂണിവേഴ്സിറ്റിയുടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ട്. ശരിക്കും ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവരുടെ ഫേസ് സ്കാൻ ചെയ്ത് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നത്തെയും പോലെ ഞാൻ ഒറ്റയ്ക്കല്ല ഈ യൂണിവേഴ്സിറ്റി കാണാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ കാശ്മീർ ഉണ്ട്. കാശ്മീരിലൂടെ 3rd ഇയറിൽ പഠിക്കാനല്ല, നാട്ടിൽ ട്രിവാൻഡ്രത്താണ്. ആദ്യം ഞങ്ങൾ പോയത് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലേക്കാണ്. എല്ലാവർക്കും PPT ഉണ്ടാക്കണം. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ലാപ്പ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ടാബ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. ഇന്ത്യൻസ് ആണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത്. അവർക്കിപ്പം ഫസ്റ്റ് അനാട്ടമി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബയോ കെമിസ്ട്രി ആണെങ്കിൽ അവരിവിടെ വന്നിരുന്ന് വായിക്കുകയോ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും. സോ നമുക്ക് ഇവിടെ നിന്ന് റെൻറ്റിന് എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ബുക്സ് എടുത്തുകൊണ്ട് പോയി ഒരു 1 month ഡ്യൂറേഷനിൽ നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പം ഇന്ത്യൻ ബുക്സ് ഒക്കെ അവൈലബിൾ ആണോ? ഇന്ത്യൻ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം അവിടെ നിന്ന് ഇറങ്ങി നേരെ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ പുറത്ത് കുട്ടികൾ വൈവൊക്കെ വെയിറ്റ് ചെയ്യാണ്. എക്സാം എല്ലാം വൈവയാണ്. എക്സാമിൽ എല്ലാം വൈവയുണ്ട്. റിട്ടേണും വൈവയുമാണ്. ഫസ്റ്റ് റിട്ടേൺ ആയിരിക്കും, റിട്ടേൺ കഴിഞ്ഞിട്ടായിരിക്കും വൈവ. വൈവയ്ക്ക് കുറച്ച് കുട്ടികളെ മാത്രം കയറിയിട്ട് സിംഗിൾ ലൈക്ക് ഫേസ് ടു ഫേസ്. അപ്പോൾ എക്സാംസ് ഒക്കെ എങ്ങനെയാണ്? എത്ര മാർക്കിനാണ്? എക്സാംസ് നമ്മുടെ ഇന്റേണൽ മാർക്സ് അസസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അത് ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റിയ ആളായിരുന്നു. ഹായ്, എന്താ പേര്? വന്ദന. നമ്മൾ ഇന്നലെ കണ്ടിരുന്നില്ല. എക്സാംസിനെ കുറിച്ച് പറയൂ. മാർക്ക് 543 മാർക്കിംഗ് സിസ്റ്റം, ലൈക്ക് ക്ലാസ്സിലെ മാർക്ക് സിസ്റ്റം തന്നെ. വൈവ ഉണ്ടാവും, പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അതിന്റെ രണ്ടിലും എങ്ങനെയാണോ നോക്കിയിട്ട് ആവറേജ് എടുത്തിട്ട് 3 to 5 മാർക്സ്. 5 എന്ന് പറയുമ്പോൾ എക്സലന്റ്, 4 എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, 3 എന്ന് പറയുമ്പോൾ ഗുഡ് ആൻഡ് പാസ്. അങ്ങനെ 100% അറ്റൻഡൻസിൽ പാസ് ആവണം. എല്ലാത്തിനും 3 എങ്കിലും മിനിമം വേണം.
എബോ ഉണ്ടെങ്കിൽ പാസ്സാവും. ഇപ്പം പഠിക്കാനുണ്ടാവല്ലോ. ജസ്റ്റ് ശരി ശരി. നമ്മൾ അവിടുന്ന് ബയോ കെമിസ്ട്രി ലാബ് കാണാൻ വേണ്ടി പോയി. ബയോ കെമിസ്ട്രി ലാബ് വലിയൊരു ലാബ് ഒന്നും ആയിരുന്നില്ല, എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സെമി ഓട്ടോമാറ്റിക് ബയോ കെമിസ്ട്രി അനലൈസർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ബ്ലഡും സീറംസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ വേറെയും ടെസ്റ്റിംഗ് ഡിവൈസുകൾ ആ ലാബിൽ ഉണ്ടായിരുന്നു. ശരിക്കും സമർഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗം കുട്ടികളും ഉക്രൈനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ്. അവർക്ക് മലയാളികളാണ്. ആഹാ. നാട്ടിലിവിടെ എന്താ പേര്? എൽന. എൽന. ഞാൻ കോഴിക്കോട്. അതെ. എല്ലാവരും മലയാളികളാ? ക്ലിനിക്കൽസ് ഒക്കെ എങ്ങനെയുണ്ട് അവിടെ? അടിപൊളിയാണ്. ഫസ്റ്റ് ഇയറിലെ തുടങ്ങണ്ട? ഓക്കെ. എക്സാമിന് വെയിറ്റ് ചെയ്യണല്ലേ? ഓക്കെ എന്നാൽ പഠിച്ചോ. ബൈ. അവിടെ നമ്മൾ നേരെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഇവിടെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റ്. എല്ലാവരും ഭയങ്കര ഒപ്പീനിയനാണ് പറയുന്നത്. ഉക്രൈനിൽ നിന്ന് പഠിച്ച സമയത്ത് അതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് എന്നാണ് എല്ലാ കുട്ടികളും പറയണത്. നല്ല ബേസിക്സിൽ നിന്ന് തുടങ്ങി നമ്മളെ നന്നായിട്ട് ആ മെഡിസിൻസ് പേരൊക്കെ ഓർത്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമില്ല, കുറച്ച് ഡ്രൈ സബ്ജക്റ്റ്. പക്ഷെ അതിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എക്സാംസ് ആയാലും വൈവയ്ക്കായാലും ഭയങ്കര പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ചോദിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ സർ ഇമ്രാൻ എന്ന് പറയും, പാകിസ്ഥാനിയാണ്. പൊതുവെ ഉസ്ബെക്കിസ്ഥാനിലെ കുട്ടികൾ പറയാറുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്ന ടീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളതും അതുപോലെ തന്നെ പാകിസ്ഥാനിലൊക്കെ ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് പറയുന്ന ടീച്ചേഴ്സിന് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? ബുദ്ധിമുട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും ഇവിടെ പിന്നെ ഈ ഉസ്ബെക്കി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് പിന്നെ ഇംഗ്ലീഷിന് ഒരു ബുദ്ധിമുട്ടുള്ള. അവർക്ക് ട്രാൻസ്ലേറ്റേഴ്സിനെ വെച്ച് കൊടുക്കാറാണ്. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ട്രാൻസ്ലേറ്റേഴ്സിനെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഒക്കെ ഇവിടുത്തെ സീനിയർ സാറുമാരെടുക്കും, അത് മാത്രം ട്രാൻസ്ലേറ്റേഴ്സിനെ വെച്ച്. ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പാകിസ്ഥാനി ടീച്ചേഴ്സ് ആയിരുന്നല്ലേ ഫാർമക്കോളജി എടുത്തിരുന്നത്? പാകിസ്ഥാനി ടീച്ചേഴ്സും ഇന്ത്യൻ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. 4 ഗ്രൂപ്പ് വെച്ചിട്ടാണ് ഇപ്പം ഒരു സെറ്റ് എടുക്കുന്നത്. അപ്പം 2 ഗ്രൂപ്പിന് പാകിസ്ഥാനി ടീച്ചറാണെങ്കിൽ 2 ഗ്രൂപ്പിന് ഇന്ത്യൻ ടീച്ചേഴ്സ്. അങ്ങനെ നമുക്ക് ആബ്സെൻ്റ് ആയാലും നമുക്ക് ഇവിടെ ഡീൻ ഓഫീസിൽ നിന്ന് പെർമിഷൻ കിട്ടി. ആ പെർമിഷൻ കൊണ്ട് ടീച്ചേഴ്സിനെ കാണിച്ചത് റീവർക്ക് ചെയ്യണം, നമ്മൾ ആ ടോപ്പിക്ക് റീവർക്ക് ചെയ്യണം. അപ്പോൾ റീവർക്കിന് മാക്സിമം മെനക്കെടില്ല, എല്ലാവരും പനിയാണെങ്കിൽ പോലും ക്ലാസ്സിൽ വരും, ടാബ്ലറ്റ് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ വരും, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം മെഡിക്കൽ ഇഷ്യൂ ആണെങ്കിൽ തന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം, പെർമിഷനും കാണിക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ വേണം, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. ഒരു 5 days ഒക്കെ ഓക്കെ, അവർ പിന്നെയും പെർമിഷൻ തരും. മോർ ദാൻ 5 ആണെങ്കിൽ പെർമിഷൻ തരാൻ പാടായിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ പോകുന്നത് കണ്ട സമയത്ത് ടീച്ചർ വന്നതാണ്. ടീച്ചറുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടാൽ എത്രമാത്രം ഫ്രണ്ട്ലി ആണെന്നുള്ളത് കുട്ടികൾ നല്ല ഫ്രണ്ട്ലി, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ. അങ്ങനെ ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലൂടെ നടന്ന് കണ്ടു. സമർഗനിലെ ക്ലാസ് റൂം ഒക്കെ നല്ല വൃത്തിയുള്ള ക്ലാസ് റൂം ആയിരുന്നു. ഈ ബിൽഡിംഗ് ഫുൾ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ്. അപ്പോൾ ഈ ബിൽഡിംഗ് നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ബിൽഡിംഗിലേക്ക് പോകാം. അടുത്ത ബിൽഡിംഗിലേക്ക് പോകുന്ന വഴിക്ക് വേറെയും കുറെ മലയാളി സ്റ്റുഡൻസിനെ കണ്ടിരുന്നു. എന്തായിരുന്നു പേരെന്തായിരുന്നു? റോസ്. എന്റെ പേര് അശ്വനി. കോളേജിൽ വന്നിട്ട് പ്ലസ് 2 കഴിഞ്ഞിട്ട് വന്നാണ്? പ്ലസ് 2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്നതാണ്. റിപ്പീറ്റ് ചെയ്തില്ല. ഫസ്റ്റ് കോളേജിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉക്രൈനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതാണ്. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ, എല്ലാം നല്ലതാണ്. എഡ്യൂക്കേഷൻ കമ്പയർ ടു ഉക്രൈൻ എന്തുകൊണ്ട് നല്ലതാണ് ഇവിടുത്തെ സിസ്റ്റം. ക്ലിനിക്കൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവരുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് അതായത് ഫിസിയോളജി, ഫാർമക്കോളജി ഇതൊക്കെ നടക്കുന്ന ബിൽഡിംഗ് ആണ് ഇപ്പം നമ്മൾ കയറിയേക്കുന്നത്. അടുത്ത് പോകാൻ പോകുന്നത് അനാട്ടമി. ഐഡിയ ഇല്ല ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റി. ഇവിടെ ക്ലാസ് വന്നിട്ടില്ല, കാര്യം കാശ്മീർ ഉക്രൈൻ ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് തന്നെ ഉക്രൈനിൽ അനാട്ടമി കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെ അനാട്ടമി ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഫാർമക്കോളജി മാത്രമേ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഫാർമക്കോളജിയിൽ ആ ഒരു ഇരിക്കേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. ഭയങ്കര നല്ലതാണ്. 16th 17th ആ ഒരു ടൈമിനായിരുന്നു ഇവിടെ ഒളിമ്പിയാഡ് നടന്നത്. അപ്പം ഈ കസാഖിസ്ഥാൻ, പിന്നെ അസർബൈജാൻ, ടർക്കി അവിടെ നിന്നൊക്കെ സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിട്ട് ഇവിടെ എക്സാംസ് ഉണ്ടായിരുന്നു. റിട്ടേൺ എക്സാം ഉണ്ട്. റിട്ടേൺ മീൻസ് MCQ എക്സാം, പിന്നെ ഓറൽ എക്സാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവാർഡ്സ് കൊടുക്കും. അവരുടെ ഇത് വെച്ചിട്ട് ഒളിമ്പിയാഡ് ഓരോ സബ്ജക്റ്റിനും ഓരോ 3 പ്ലേസസ് വെച്ചിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാനി സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അനാട്ടമിയുടെ 3D ലാബിലേക്കാണ്. അനാട്ടമി ഇവിടെ പഠിക്കുന്നത് കടാവർ യൂസ് ചെയ്തിട്ടല്ല, പകരം 3D സ്റ്റിമുലേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഈ 3D സ്റ്റിമുലേറ്റർ നമ്മൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും കണ്ടിട്ടുണ്ട്. അതായത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അനാട്ടമി പഠിക്കാൻ പറ്റുന്ന ഒരു ടൂളാണിത്. അതായത് മസിൽസ് ആണെങ്കിലും ബോൺസ് ആണെങ്കിലും നെർവ്സ് ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. വൈഡ് സ്ക്രീനിലുള്ള ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിൽ അനാട്ടമിയുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണത്. അപ്പം ഇതിൽ കറക്റ്റ് ഒരു നമ്മൾ ഹ്യൂമൻ ബോഡി മുന്നിൽ നിൽക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർക്കത് പാർട്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും
അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അനാട്ടമി ക്ലാസ് റൂമൊക്കെ LCD സ്ക്രീനും കമ്പ്യൂട്ടറൊക്കെ ഉള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളായിരുന്നു. അവിടുന്ന് ഞങ്ങൾ അനാട്ടമി ലെക്ചർ ഹാളിലേക്ക് പോയി. പോകുന്ന വഴിക്ക് വഴിയുടെ 2 ഭാഗത്തും അവരുടെ ഹിസ്റ്ററിയുടെ ഫോട്ടോസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെക്ചർ ഹാളിലേക്ക് ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ലെക്ചർ ഹാളാണ്. എല്ലാവരും ഓൾമോസ്റ്റ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവിടെ LCD സ്ക്രീനും അതേപോലെ തന്നെ അവർക്ക് മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 50ന്റെ അടുത്ത് സ്റ്റുഡൻസ് ആണല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് ലെക്ചർ ക്ലാസ്സസ് ഉണ്ടാവാറ്? ലെക്ചർ ഗ്രൂപ്പിന് ഒരുമിച്ചായിരിക്കും ലെക്ചർ എപ്പോഴും നടക്കാറ്. 4 ഗ്രൂപ്പിന് ഒരുമിച്ചാണ് ലെക്ചർ ഉണ്ടാവുക. 15 പേരാണ്. അപ്പോൾ 15 പേരായിട്ടാണ് ക്ലിനിക്കൽസിനും പോകാറുള്ളത്. ഓക്കെ, ക്ലിനിക്കൽസിനും ഡിവൈഡ് ചെയ്ത് പോകാറുണ്ട് ഗ്രൂപ്പ് 3 or 4 ഒക്കെ ആയിട്ട്. ലെക്ചർ ക്ലാസ്സിനും സെമിനാർ ക്ലാസ്സിനൊക്കെ അറ്റൻഡൻസ് കമ്പൽസറി ആണ്. പക്ഷേ ഡെയിലി അസസ്മെന്റ്, ഡെയിലി മാർക്ക് ഇടുന്ന രീതി ഇവിടെ ഇല്ല. സമർഗന്ധ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ നെക്സ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സ്റ്റുഡൻസ് പറയുന്നത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് ഭയങ്കര കൂടി പോകും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ഇപ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് കുട്ടികളെല്ലാം അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്, കുറേ ആൾക്കാർ ഹോസ്റ്റലിലേക്ക് പോകാണ്, കുറേ ആൾക്കാർ എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ദീപാവലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? ദീപാവലി പൂജയുണ്ട്. ദീപാവലി, ശിവരാത്രി അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം പൂജയായിട്ടും അല്ലാതെ ഈ ഇന്ത്യൻ കൾച്ചറൽ ഈവനിങ് അതൊരു വലിയൊരു പ്രോഗ്രാം ഇവന്റ് ആയിട്ട് നമുക്ക്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഗർഭ കാണും, ഈ പഞ്ചാബിയിലെ ഭംഗ്ര കാണും, പിന്നെ സൗത്ത് ഇന്ത്യൻ ഡാൻസ് കാണും, ക്ലാസിക്കൽ ഡാൻസ് കാണും, പിന്നെ എല്ലാത്തിൻ്റെ ഒരു മിക്സഡാണ്. അങ്ങനെ നമ്മൾ പുതിയ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞു. ക്ലാസ് റൂംസും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. ഇനി നമ്മൾ ഡീൻ ഓഫീസിലേക്ക് പോവുകയാണ്. സമർഗന്ധിലുള്ള ഈ ഒരു സമർഗന്ധ് സ്റ്റേറ്റ് അക്കാഡമിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, മലയാളി ടീച്ചേഴ്സിനെ ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിയിലും ഇവിടെ കണ്ടിട്ടില്ല. ഇനിയിപ്പം അടുത്ത് പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ മലയാളി ടീച്ചേഴ്സ് ഉള്ള, ഇന്ത്യൻ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ സമർഗന്ധ് യൂണിവേഴ്സിറ്റി ഞാനിപ്പോൾ കണ്ടതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. സമർഗന്ധിൽ പഠിക്കുന്ന കുട്ടികൾ നാട്ടിലേക്ക് പോകാറുള്ളത് ഇവിടുന്ന് അവർ, അതായത് ഒന്നെങ്കിൽ സമർഗന്ധ് എയർപോർട്ടിൽ നിന്ന് അബുദാബി പോയി അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ് ചെയ്യുക. അതല്ലെങ്കിൽ അവർ തഷ്കന്ത് പോയിട്ട് ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് പോകും അല്ലേ? അബുദാബിയിലൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്ക് വിസ നല്ലതാണ്. ഇൻഡിഗോ ആണെങ്കിൽ ഡൽഹി വരെ 10,000 ആവുന്നുണ്ട്. ശരിക്കും കൺവീനിയന്റ് ഫ്ലൈറ്റ് ഇത് തന്നെയാണല്ലേ? അതായത് ഇൻഡിഗോ തന്നെയാണ്. എമൗണ്ടും കുറവാണ്. തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ. ഡീൻ ഓഫീസിലേക്ക് പോകുന്ന ബൈക്കാണ് കഫ്തീരിയ. അതുകൊണ്ട് അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള ക്യാൻറ്റീനിൽ പോയേക്കാം. ഇവിടെ ഉസ്ബെക്കി സാധനങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് പിന്നിലായിട്ടാണ് കഫറ്റീരിയ വരുന്നത്. ഇതാണ് നമ്മുടെ കഫറ്റീരിയ. അത്യാവശ്യം കുട്ടിയൊക്കെ ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിൽ കയറി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ തഷ്കന്ത് യൂണിവേഴ്സിറ്റിയിൽ കണ്ട സാധനങ്ങളില്ലേ, ഓൾമോസ്റ്റ് അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് പുലാവും ബിഷ്കേക്കും ലഗ്മനും കർത്തോഷ്കൊക്കെ പോലുള്ള സാധനങ്ങൾ. ഓൾമോസ്റ്റ് ഉസ്ബെക്കിസ്ഥാനിലെ ഏത് യൂണിവേഴ്സിറ്റിന്റെ കഫ്തീരിയയിൽ പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്താ കഴിക്കുക ഇവിടുന്ന്? ഇവിടുന്ന് നമുക്ക് ഗ്രേഷ്ക കഴിക്കും. ഗ്രേഷ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റൈസ്, നമ്മുടെ ബക്വീറ്റ്. റേറ്റ് കുറവാണല്ലേ? നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി. ഓക്കെ. അതുപോലെ സമർഗന്ധിൽ പൊതുവെ റേറ്റ് കുറവാണ് ഇപ്പൊ തഷ്കന്ത് വെച്ച് നോക്കുമ്പോൾ. നമ്മളങ്ങനെ കഫ്തീരിയ ഇറങ്ങി. ഇനി നേരത്തെ പറഞ്ഞ ഡീൻ ഓഫീസിലേക്ക് പോവാം. നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു ഫുട്പാത്തിലൂടെയാണ് നടക്കുന്നത്. ഇതാണ് യൂണിവേഴ്സിറ്റി, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബിൽഡിംഗ് ആണിത്. ഡീൻ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നിർത്താതെ കശ്മീർ എന്നോട് യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. സമ്മർ വെക്കേഷൻ 2 months ആണ് മെയിൻലി വരുന്നത്. പിന്നെ സബ്ജക്ട് നേരത്തെ തീരുവാണെങ്കിൽ ഒരു 2.5 months കിട്ടും. അപ്പോൾ ഈ 2.5 months നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, നാട്ടിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ നിൽക്കുക അല്ല എങ്കിൽ നമ്മൾ നാട്ടിൽ പോയി ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒബ്സർവർഷിപ്പിന്റെ പേരിൽ ചെയ്യണം. ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ലെറ്റർ തരുമോ? ഹോസ്പിറ്റലിൽ ഇവിടുന്ന് ഒരു ലെറ്റർ തരും. ലൈക്ക് നമ്മുടെ പേര് വെച്ചിട്ട് ഈ സ്റ്റുഡന്റിനെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് ഫുള്ള് നമ്മൾ കാണിക്കണം. PPT ഉണ്ടാക്കി എല്ലാം നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. കാരണം നമ്മൾ കറക്റ്റായിട്ട് ഇന്റേൺഷിപ്പിന് പോയി അല്ലെങ്കിൽ ഒബ്സർവർഷിപ്പിന് പോയി എന്നുള്ളത് യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാവണം. അങ്ങനെ നമ്മൾ ഡീൻ ഓഫീസിന്റെ മുന്നിലെത്തി. യൂണിവേഴ്സിറ്റിന്റെ പുറത്തൂടെ നടന്നിട്ടാണ് ഡീൻ ഓഫീസ് വരുന്നത്. ഈ ഡീൻ ഓഫീസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നടന്നു പോകുന്നില്ല, ആ ഫുട്പാത്തിന്റെ നേരെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഡീൻ ഓഫീസ് ആയിരുന്നു ആദ്യത്തെ ബിൽഡിംഗ്. ഇപ്പം നമ്മൾ കണ്ടേക്കണ ആ ഒരു എൻട്രൻസ്, അത് ആ ഒരു ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് നടക്കുന്ന ബിൽഡിംഗ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഡീൻ ഓഫീസിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏത് ഭാഗമാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വൃത്തിക്ക് വെച്ചേക്കാണ്. അപ്പോൾ സിറ്റി ആയതുകൊണ്ട് ചെറിയ ട്രാഫിക് ഉണ്ട് ഇവിടെ.
കാരണം സിറ്റിയുടെ സെൻറ്ററിലായതുകൊണ്ട് തന്നെ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്, ചെറിയ ട്രാഫിക് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നും നടക്കാറില്ല. സാധാരണ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും സർട്ടിഫിക്കേഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളോട് വരാറുള്ളത്. സമർഗന്ധ് യൂണിവേഴ്സിറ്റി ഞാൻ കണ്ട മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് ഇവർ ഒരു സാധനത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ല. അതായത് അവർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുന്ന പോലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇവർ ചെയ്യില്ല. അതായത് ഭയങ്കര ഒരു പക്ക ഡീലാണ് ഈ ഒരു സമർഗന്ധ് യൂണിവേഴ്സിറ്റി. മോർണിംഗ് 8 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സസ്. പിന്നെ ക്ലാസ് 5:40 വരെയാണ് ലാസ്റ്റ് പാരയുടെ ടൈം എന്ന് പറഞ്ഞാൽ 5:40 തീരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബ്രേക്സ് കാണും. ചിലപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് കാണാതിരിക്കാം. അങ്ങനെയൊക്കെ ദിവസം ഒരു ചിലപ്പോൾ 4 ക്ലാസ്സസ് കാണും. ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ 4 ക്ലാസ്സസ് കാണും, അല്ലെങ്കിൽ 3 ക്ലാസ്സസ്. പിന്നെ ലൈക് 3rd ഇയർ തൊട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ് ഫുൾ. അപ്പം നമുക്ക് സൈക്കിൾസ് ആയിരിക്കും. അതായത് ഒരു മാസം ഒരു സൈക്കിൾ മാത്രം, ഒരു സബ്ജക്ട് മാത്രം. ഇപ്പൊ സർജറി ആണെങ്കിൽ ഒരു മാസം ഫുൾ സർജറി, ഒരു 8 to 12 ആയിരിക്കും അതിന്റെ ടൈം. അതിലായി ലെക്ചർ, പ്രാക്ടിക്കൽ ക്ലാസ്സസ്, ക്ലിനിക്കൽസ് എല്ലാം അപ്പോഴാണ്, എല്ലാ സമയത്താണ്. പിന്നെ ഈ 12 കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സർജറീസ് കാണാൻ പറ്റും. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കും എന്ന് ഉറപ്പുള്ള കുട്ടികൾ മാത്രം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്താൽ മതിയാവും. പിന്നെ സ്റ്റുഡൻസ് സാധാരണ പോകുന്ന അടുത്തുള്ള മാർക്കറ്റും ഷോപ്പുകളും എല്ലാം കണ്ടു. ഇതിപ്പം പ്രോപ്പർ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ താഷ്കന്തിലൊക്കെ ആണെങ്കിൽ ഉള്ളോട്ടാണല്ലോ, ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഉള്ളിലേക്ക് പോകുന്നത്. ഇത് എക്സാക്ട് സിറ്റി ആയതുകൊണ്ട് മാളും അതേപോലെ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഒരു സ്ട്രീറ്റാണ്. ഭയങ്കര നീറ്റായിട്ടാണ് ഒരു സ്ട്രീറ്റൊക്കെ കീപ്പ് ചെയ്യണത്. അധികം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, എല്ലാം കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ തന്നെയാണ് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി മക്കോൺ മാളിലേക്ക് കയറി. മക്കോൺ മാൾ യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു മാളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഫുഡ് കഴിക്കാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട്. ഇവിടെ ഇപ്പം ഞാൻ വന്ന സമയത്തിന് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ച് തിരിച്ചിറങ്ങി. ഇന്ന് വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ അധികം ഉറങ്ങാത്തതുകൊണ്ടും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ നേരെ തിരിച്ച് റൂമിലേക്ക് പോകുന്നു. നാളെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലും ക്ലിനിക്കൽസ് ബ്ലോക്സും ഹോസ്പിറ്റൽസും എല്ലാം കാണണം.